4 വർഷം വാടക കെട്ടിടത്തിന്റെ പരിമിതികളിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞ വളാഞ്ചേരിയുടെ നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രം ഇനി സ്വന്തം കെട്ടിടത്തിൽ അതിവിശാലമായി പ്രവർത്തിക്കും. വളാഞ്ചേരി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച പുതിയ വിശാലമായ ഇരുനില കെട്ടിടം പ്രൗഢോജ്വലമായ സദസ്സിനെ സാക്ഷിയാക്കി നാടിന് സമർപ്പിച്ചു. നാടൊന്നടങ്കം അണിനിരന്ന സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചത്. MP അബ്ദുസമദ് സമദാനി MP പ്രൗഢഗംഭീര സദസ്സിൽ അർബൻ ഹോസ്പിറ്റൽ കെട്ടിടം നാടിന് സമർപ്പിച്ചു. ഇത് വളരെ സന്തോഷമുളവാക്കുന്ന കാര്യമാണ്. ഞാൻ ഈ കെട്ടിടം എന്നതിനെ വിളിക്കുന്നില്ല, ഞാൻ ഈ മന്ദിരത്തെ സാഗൂതം നോക്കി നിൽക്കുകയാണ്. ഒരുപാട് ആശുപത്രി കെട്ടിടങ്ങൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ചില ആശുപത്രി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ പിന്നെ പിറകിൽ ആബിദ് ഹുസൈൻ തങ്ങളാണെങ്കിലും അഷ്റഫാണെങ്കിലും വേദിയിലുള്ള മറ്റ് ജനപ്രതിനിധികൾ മാത്രമല്ല അല്ലാത്തവരും ഇവിടെ പലരുമുണ്ട്. പൊതുജനങ്ങൾക്ക് വേണ്ടി പല രംഗത്ത് സേവനമർപ്പിക്കുന്നവർ ഇവിടെയുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത് വളാഞ്ചേരിക്കാർ തന്നെ പലരും ഈ വേദിയിലുണ്ട്. ഞാൻ പേര് പറയാതെ നിങ്ങൾക്കറിയാം. അവരൊക്കെ ഓരോ രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ പിറകിൽ പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ ഒരു സർക്കാരിൻ്റെ ആശുപത്രി കെട്ടിടം, പ്രൈവറ്റല്ല, അതിനതിൻ്റേതായ പരിമിതികൾ എപ്പോഴും ഉണ്ട് എന്ന് നമുക്കറിയാം. അതും തന്നെ ഇതൊരു ജില്ലാ ആശുപത്രിയല്ല, സംസ്ഥാന തലത്തിലുള്ള ആശുപത്രിയൊന്നുമല്ല, ഒരു നഗരസഭയുടെ ആതുരാലയമാണ്, കുടുംബാരോഗ്യ കേന്ദ്രമാണ്. നഗര കുടുംബാരോഗ്യ കേന്ദ്രം എന്നൊരു പുതുമയുള്ള പേരും ഇതിനുണ്ട്. അർബൻ ചെയർമാൻ പ്രിയപ്പെട്ട അഷ്റഫ് അതേക്കുറിച്ചൊക്കെ ഇവിടെ അല്പം വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായിട്ട് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ കഴിഞ്ഞ ജനപ്രതിനിധികൾ പടിയിറങ്ങിപ്പോകുമ്പോൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ജനങ്ങൾ ഒരു ഭരണസമിതിയെ തിരഞ്ഞെടുക്കുക. ആ ഒരു ഭരണസമിതിക്ക് പരമാവധി ഞങ്ങളുടെ പരിധിക്കും പരിമിതിക്കും ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MPയും MLAയും ഒക്കെ അവരുടെ ഫണ്ടുകളൊക്കെ ഈ നഗരസഭയുടെ ഫണ്ടിൻ്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾക്ക് തരുവാനും, അതുപോലെ തന്നെ MLAയുടെ ശ്രമഫലമായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ ചില പദ്ധതികളും നമുക്ക് ഈ നഗരസഭയ്ക്ക് നേടിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഏറെ സന്തോഷത്തിലുള്ള ഒരു നിമിഷത്തിലാണ് നമ്മളൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ദിവസം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ അർബൻ ഹോസ്പിറ്റൽ 13,000 സ്ക്വയർ ഫീറ്റിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനത്തിനും മറ്റു എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സജ്ജീകരിച്ചുകൊണ്ടാണ് ഇന്ന് ഇത് നാടിനായിട്ട് സമർപ്പിച്ചിട്ടുള്ളത്. 7 PHCകളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ 7 ഉണ്ടായിരുന്നത്. ആ 7 ഈ 5 കൊല്ലത്തിനകം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്ന സന്തോഷം ഈ സന്ദർഭത്തിൽ നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അങ്ങനെ ഒരുപാടേറെ വികസന പ്രവർത്തനങ്ങൾ നാട്ടുകാരുടെ, ജനപ്രതിനിധികളുടെ, പഞ്ചായത്തുകളുടെ, നഗരസഭകളുടെ ഉദ്യോഗസ്ഥരുടെ ഒക്കെ സഹായത്തോടു കൂടി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA മുഖ്യാതിഥിയായിരുന്നു. ആരോഗ്യ, രാഷ്ട്രീയ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. 4 വർഷം മുൻപ് കാവുംപുറത്ത് വാടക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച വളാഞ്ചേരി അർബൻ വെൽനസ് സെന്റർ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ വലിയ കെട്ടിടത്തിലേക്ക് മാറി. 13,000 ചതുരശ്ര അടിയിൽ 2 നിലകളിലായി പൂർത്തിയാക്കിയ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറിയതോടെ കേരളത്തിലെ ഏറ്റവും വലിയ അർബൻ ആശുപത്രി കെട്ടിടം എന്ന നേട്ടവും വളാഞ്ചേരിയെ തേടിയെത്തി. ആധുനിക ചികിത്സാ സൗകര്യങ്ങളോടെ നിർമ്മിച്ച കെട്ടിടത്തിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ പ്രത്യേക OP സൗകര്യവും സജ്ജീകരിച്ചിട്ടുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞതോടെ വരും ദിവസങ്ങളിൽ തന്നെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനവും ഇവിടെ ലഭിക്കും. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 04942084 010 7034071111.